പ്രിയമുള്ളവരെ, ഈ ആഴ്ചയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. മനസ്സാക്ഷിയുള്ളവരെ മുഴുവനും വേദനിപ്പിക്കുന്ന അതിദാരുണമായ ഒരു സംഭവത്തിന് നമ്മൾ ഈ ആഴ്ചയിൽ സാക്ഷികളായി. അത് മറ്റൊന്നുമല്ല, ദീപക് എന്ന് പറയുന്ന ഒരാളുടെ ആത്മഹത്യയായിരുന്നു. ആയിരങ്ങൾ ആത്മഹത്യ ചെയ്യുന്നതിനിടെ ദീപകിൻ്റെ ആത്മഹത്യ നമ്മുടെ മനസ്സിനെ വല്ലാതെ പിടിച്ചു കുലുക്കി. അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോഴും നമ്മൾ വിമുക്തരായിട്ടില്ല. അതിനു കാരണം മറ്റൊന്നുമല്ല, ആ ആത്മഹത്യയുടെ പശ്ചാത്തലമാണ്. അതിന് കാരണമായ സംഭവമാണ്. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത, എന്നാൽ ഇന്ന് സമൂഹത്തിലൊരു ക്യാൻസർ പോലെ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയുടെ ഇരയാണ് ദീപക് എന്ന് പറയുന്ന സുഹൃത്ത്. അത് മറ്റൊന്നല്ല, ഇന്നത്തെ ട്രെൻഡ് സോഷ്യൽ മീഡിയകളിലൂടെ എങ്ങനെയെങ്കിലും വൈറലാവുക എന്നുള്ളതാണ്. ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ കുപ്രസിദ്ധി നേടുക എന്നുള്ളത്, പ്രശസ്തനാകണം, അറിയപ്പെടണം. അതിനെന്തൊക്കെ വഴികളുണ്ടോ ആ വഴികൾ സ്വീകരിക്കുന്ന യുവാക്കളുടെ ഈ ഒരു ചിന്താഗതിയുടെ, ഈ ഒരു മനോഗതിയുടെ, ഈ ഒരു ദുഷിച്ച പ്രവണതയുടെ രക്തസാക്ഷിയാണ് ദീപക്. നമ്മുടെ കേരളത്തിൻ്റെ മണ്ണിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത, എന്നാൽ ഇനിയും ഏറെ സംഭവിക്കുവാനുള്ള സാധ്യതകളുടെ വാതിലുകൾ നമ്മുടെ മുന്നിൽ തുറന്നു വെച്ചുകൊണ്ടിരിക്കുന്ന അതിഭീകരമായ, ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കുന്ന ഒരു പ്രവണതയുടെ അവസാനത്തെ ഇരയാവട്ടെ ദീപക് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷേ ദുരമൂത്ത ഒരു സമൂഹത്തിൻ്റെ സോഷ്യൽ മീഡിയകളിലൂടെയുള്ള പബ്ലിസിറ്റിയും അതിലൂടെ ഉണ്ടാക്കുന്ന സമ്പാദ്യവും, അങ്ങനെ ചുളിവിലൂടെ, ചീപ്പ് പബ്ലിസിറ്റിയിലൂടെ പണമുണ്ടാക്കുവാനുള്ള വ്യഗ്രത, അതിൻ്റെ ഇരകൾ ഒരു ദീപക് മാത്രമല്ല, ആയിരക്കണക്കിന് മനുഷ്യന്മാർ ഇതിൻ്റെ ഇരകളാണ്. ആയിരക്കണക്കിന് മനുഷ്യന്മാർ. ഒരു സ്ത്രീയുടെ സമൂഹത്തിൽ വൈറലാകാനുള്ള, സമൂഹത്തിൽ പ്രശസ്തയാകാനുള്ള അതിമോഹത്തിൻ്റെ ഒരു പ്രത്യാഘാതമാണ് നമ്മുടെ കേരളീയ സമൂഹം അനുഭവിച്ചത്. ഒരു വ്യക്തിയുടെ ആത്മഹത്യയല്ല, അതൊരു സമൂഹത്തിൻ്റെ ദുരന്തമായിട്ടാണ് നാം വായിക്കേണ്ടത്. നമുക്കറിയാം, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കപ്പെട്ട അദ്ദേഹം ഒരു ആത്മഹത്യയിലേക്ക് നീങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ് എന്നാണ്. അദ്ദേഹത്തിന് തൊലിക്കട്ടിയില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തിന് വല്ലാത്ത അഭിമാന ബോധമുള്ള വ്യക്തി ആണ് അദ്ദേഹം എന്നുള്ളതാണ്. അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ വിളിച്ചു പറയുന്നത്. കാരണം എന്താ? പലരും ഇത്തരം ആരോപണങ്ങൾക്ക് വിധേയമായി, ഇത്തരമല്ല, ഇതിനേക്കാൾ എത്രയോ ഭീകരമായ ആരോപണങ്ങൾക്ക് വിധേയരായിട്ട് സമൂഹത്തിൽ നെഞ്ചുവിരിച്ച് നടക്കുന്നവരുണ്ട്. അതവരുടെ തൊലിക്കട്ടി കൊണ്ടാണ്, അതൊരു അഭിമാനമായും അന്തസ്സായിട്ടും കൊണ്ട് നടക്കുന്നവരുണ്ട്. പക്ഷേ അഭിമാന ബോധമുള്ള, ധാർമ്മിക ബോധമുള്ള, കുടുംബത്തോട് പ്രതിബദ്ധതയുള്ള, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ദീപക് എന്ന സുഹൃത്ത്, അദ്ദേഹത്തിന് ആ തൊലിക്കട്ടിയില്ല. അദ്ദേഹം ഒരു നിരപരാധിയായതുകൊണ്ടാണ്, അദ്ദേഹം അത്തരം പണികൾ ചെയ്യാത്ത ഒരാളായതുകൊണ്ടാണ് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയാതിരുന്നത്. അദ്ദേഹത്തിന് ഈ ചെറിയ, തന്നെ കുറ്റപ്പെടുത്തുന്നതാണെങ്കിലും താൻ നിരപരാധിയാണ് എന്ന് വീഡിയോ കാണുമ്പോൾ ബോധ്യപ്പെടുന്ന ആ ദൃശ്യം കണ്ടിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. നമ്മളെല്ലാവരും ആ ദൃശ്യം കണ്ടതാണ്. കേരളത്തിലെ സോഷ്യൽ മീഡിയകളും കേരളത്തിലെ ചാനലുകളും മുഴുവനും ആ വീഡിയോ കാണിച്ചതാണ്. അത് കണ്ടിട്ട് നിങ്ങളിൽ ആർക്കാണ് തോന്നിയത്, അഥവാ തന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെണ്ണ് പ്രദർശിപ്പിച്ച ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ദീപക് കുറ്റവാളിയാണ് എന്ന്? പരമാവധി ദീപക് അകന്നു നിൽക്കുന്നു, അശ്രദ്ധനായി നിൽക്കുന്നു. തിരക്കുള്ള ഒരു ബസ്സിൽ അദ്ദേഹത്തിന്റെ കൈ അറിയാതെ തട്ടുന്നു. ഇനി അറിഞ്ഞാണോ അല്ലേ എന്നുള്ളത് അറിയില്ല. ദൃശ്യങ്ങൾ കാണിക്കുന്നത് അദ്ദേഹം മനഃപൂർവ്വമല്ലാതെ ചെയ്തത് എന്നാണ്.
പക്ഷേ ദൃശ്യം പകർത്തിയ, ഇരവാദമുന്നയിക്കുന്ന അതിജീവിത എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഒരു ഓമനപ്പേരുണ്ടല്ലോ, അതിജീവിതകൾ എന്ന്. കുറ്റം ആരോപിച്ചു വരിക, ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വരിക, എന്നിട്ട് ഞാൻ നിരപരാധിയാണെന്ന് പറയുന്ന ഒരു പ്രവണത. ആ ഇര കാണിക്കുന്നത് തനിക്ക് യാതൊരു വൈമനസ്യവുമില്ല, താനൊന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നില്ല. മാത്രമല്ല, അത് കൈ തട്ടട്ടെ, അടുക്കട്ടെ എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ആത്മരോഷം തോന്നി. ആ ആത്മരോഷം ഒന്ന് ഞാൻ പ്രകടിപ്പിക്കുകയാണ്. മാത്രമല്ല, അതിലെ ഗുണപാഠങ്ങൾ ഈ സമൂഹത്തെ പഠിപ്പിക്കേണ്ടതുമുണ്ട്. എന്തുകൊണ്ടാ? ഒന്ന്, ഒരു പെൺകുട്ടി അത്തരം ഒരു വീഡിയോ എടുത്തുകൊണ്ട് തൻ്റെ മാറിടത്തിൽ ആരോ സ്പർശിക്കുന്ന ആ വീഡിയോ എടുത്തുകൊണ്ട് സമൂഹത്തിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ അശേഷം ലജ്ജ, രണ്ട് വാക്കുണ്ടല്ലോ, ലജ്ജ, ആ ഒരു ഗുണം ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ അങ്ങനെ ഒരു സംഗതി വന്നിട്ടുണ്ട്. എന്തു പറയാ, എന്നെ പീഡിപ്പിച്ചു എന്ന് നാലാളുകളോട് വിളിച്ചു പറയുന്നത്, പീഡിപ്പിക്കപ്പെടുക എന്നുള്ളത് എന്തോ ഒരു മഹത്തുള്ള കാര്യമാണ് എന്ന് പോലെയാണ്. തന്നെ പീഡിപ്പിച്ചു എന്ന് നാലാളുകളോട് വിളിച്ചു പറയുന്നത് അതെന്തോ ഒരു അഭിമാനം, ആ അഭിമാനകരമായ ഒരു കാര്യമായിട്ടാണ് ഇന്നത്തെ തലമുറ, ഇന്നത്തെ പെൺകുട്ടികൾ കാണുന്നത് എന്നുള്ളതാണ്. ലജ്ജ നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ഇതിലുള്ള ജെന്യുവിനായിട്ടുള്ള കേസുകളെ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകളുണ്ട്, പെൺകുട്ടികളുണ്ട്. ക്രൂരതകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും യാത്രകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അടക്കം, ഓഫീസുകളിലും ഒക്കെ അടക്കം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജെന്യുവിനായിട്ടുള്ള കേസുകളെ ഒരിക്കലും നമ്മൾ നിരാകരിക്കുന്നില്ല. പക്ഷെ അത്തരം ജെന്യുവിനായിട്ടുള്ള കേസുകളെപ്പോലും സംശയിപ്പിക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങളാണ് ഇത്തരം സ്ത്രീകൾ വൈറലാകാൻ വേണ്ടി, കുപ്രസിദ്ധിക്ക് വേണ്ടി, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി കാട്ടിക്കൂട്ടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോ ലജ്ജ എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ ലജ്ജ എന്നുള്ള സ്വഭാവം എടുത്തു മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്. നമ്മുടെ പെൺകുട്ടികളിൽ, അതിവിടെ മാത്രമല്ല കേട്ടോ, അത് ട്രെയിനുകളിൽ നിങ്ങൾക്ക് കാണാം, ബസ്സിൽ കാണാം, നിങ്ങൾക്ക് പാർക്കുകളിൽ കാണാം, തെരുവുകളിൽ കാണാം. ലജ്ജ മനുഷ്യരിൽ നിന്ന് എടുത്ത് മാറ്റപ്പെടുകയാണ്. ഇന്നലെ യൂറോപ്പിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു, നജീദ് ഖാസിമി, ഞാനിവിടെ ജീവിക്കുന്നത്, ഈ ചുറ്റുപാടിൽ ജീവിക്കുന്നത് പിടിച്ചു നിന്നുകൊണ്ട് തന്നെയാണ്. കാരണം അദ്ദേഹം പറയാണ്, ഞാൻ താമസിച്ച ഒരിടത്ത് അദ്ദേഹം ആപകം ഇങ്ങനെ പറഞ്ഞത്, ഖിയാമത്ത് നാൾ വരുമ്പം പറഞ്ഞിട്ടില്ലേ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒന്ന് അങ്ങോട്ട്, ഒന്ന് വഴിയിൽ നിന്നൊന്നും മാറിക്കടന്ന് വ്യഭിചരിക്കൂ എന്ന് പറഞ്ഞില്ലേ? ഒന്ന് മാറിക്കടന്ന് വ്യഭിചരിക്കൂ എന്ന് പറയുന്ന ഒരു കാലഘട്ടം വരും, അതെന്റെ കൺമുമ്പിൽ ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്. അദ്ദേഹം അതിന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കാണുകയാണ്, ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒന്ന് കൺവെട്ടത്തു നിന്നും മാറി മറയിലേക്കൊന്നും മറഞ്ഞു നിന്നൂടെ എന്നെങ്ങാനും പറഞ്ഞു പോയാൽ നിങ്ങൾ സദാചാര പോലീസാണ്, നിങ്ങൾക്കത് പറയാൻ പറ്റൂല, നിങ്ങൾ കുറ്റവാളിയാണ്. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷം, അത് ലജ്ജ പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ലജ്ജ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലജ്ജയില്ലാത്തവർക്ക് എന്തും ചെയ്യാമെന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു സമൂഹത്തിലേക്ക് മനുഷ്യൻ ബെഡ്റൂമിൽ ചെയ്യേണ്ടത് പരസ്യമായി പുറത്ത് ചെയ്യാം. പ്രേമസല്ലാപങ്ങൾ, എട്ടും പൊട്ടും തിരിയാത്ത ആൺകുട്ടികളും പെൺകുട്ടികളും, സ്കൂളിൽ പഠിക്കുന്ന, പ്ലസ് ടുവിൽ പഠിക്കുന്ന, SSLCക്ക് പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും തെരുവുകളിൽ, റോഡ് സൈഡുകളിൽ, പാർക്കുകളിൽ, ട്രെയിനിൽ, ഇവിടെയൊക്കെ കാട്ടിക്കൂടുന്നത് അപ്പുറത്തിപ്പുറത്തിരിക്കുന്ന ആളുകൾ കാണുന്നുണ്ട് എന്നുള്ള ബോധമില്ലാതെയല്ല, കണ്ടോട്ടെ, ഞങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആര് എന്ന് ചോദിക്കുന്ന ഒരുതരം ധിക്കാരമുണ്ടല്ലോ. ആ ധിക്കാരം ഈ ലജ്ജയില്ലായ്മയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. സഹോദരങ്ങളെ, ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ, ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ലജ്ജ നഷ്ടപ്പെട്ടു പോയാൽ നമ്മുടെ സമൂഹം ദുഷിക്കും. നമ്മുടെ സമൂഹത്തിന്റെ ആഘാതങ്ങൾ വലുതായിരിക്കും. അവരെന്ത് ഇരവാദം ഉന്നയിച്ചു വന്നാലും അത് സമൂഹത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഇപ്പൊ എല്ലാവരും പറയുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? എങ്ങനെയാണ് ഞങ്ങളുടെ ഭർത്താക്കന്മാർ, സ്ത്രീകൾ തന്നെ പറയാണ്, ഭർത്താക്കന്മാരെ എങ്ങനെ ഇനി പുറത്തേക്ക് വിടും, ഞങ്ങളുടെ ആങ്ങളമാര്, ഞങ്ങളുടെ പിതാക്കന്മാര്, കാരണം ആര് എപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തുകൊണ്ട് പുറത്തു വിടും,
എന്ന് പറയാൻ പറ്റുമോ? അങ്ങനത്തെ ഒരു ഭയപ്പാട് സമൂഹത്തിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇപ്പൊ കാണുമ്പോൾ പേടിയാണ് പെൺകുട്ടികളെ. കാരണം നമ്മളൊക്കെ ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുട്ടിയൊക്കെ യാതൊരു മടിയും ലജ്ജയൊന്നുമില്ല, തൊട്ടുരുമ്മി വന്ന് നിൽക്കുക, ചേർന്ന് വന്ന് നിൽക്കുക, അവരുടെ സൂക്ഷിക്കേണ്ട ഭാഗങ്ങളെ ഒന്നും സൂക്ഷിക്കാൻ അങ്ങനത്തെ ഒരു പ്രവണതയും ഇല്ല. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോ ഞാൻ അടിവരയിട്ടുകൊണ്ട് പറയുന്നത് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട പോയത് ലജ്ജ എന്ന് പറയുന്ന ഒരു സമൂഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ്. ആ ഗുണമില്ലാതെയായാൽ സമൂഹം നശിച്ചു പോകുന്നതാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്ന ലികുല്ലി ദീനിൻ ഖുലുഖൻ വ ഖുലുഖുൽ ഇസ്ലാമി അൽ ഹയാ. എല്ലാ മതത്തിനും ചില സ്വഭാവങ്ങളുണ്ട്. വ ഖുലുഖുൽ ഇസ്ലാമി, ഇസ്ലാമിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അൽ ഹയാഉ, ലജ്ജയാണ്. ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. അടിവരയിട്ടുകൊണ്ട് ആണയിട്ടുകൊണ്ട് ഞാൻ പറയാണ്, അടിവരയിട്ടുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ സ്വഭാവം ലജ്ജയാണ്. അള്ളാഹിന്റെ തിരുദൂതർ പറഞ്ഞു, ലജ്ജയില്ലെങ്കിൽ നിനക്കെന്തും ചെയ്യാം, നിനക്കെന്തും ചെയ്യാം. അതുകൊണ്ടാണ് തിരുനബി പഠിപ്പിച്ചത് അൽ ഹയാഉ മിനൽ ഈമാൻ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്. സഹോദരങ്ങളെ, ലജ്ജ ഈമാനിന്റെ ഭാഗമാണ്, വിശ്വാസത്തിന്റെ ഭാഗമാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടി പറഞ്ഞു, ഇന്നൽ ഹയാഅ വൽ ഈമാന ഖുരിനാ ജമീഅ. ഈമാനും ലജ്ജയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഖുരിനാ, രണ്ടും ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഫൈദാ റുഫിഅ അഹദുഹുമാ, രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഉയർത്തപ്പെട്ടാൽ റുഫിഅൽ ആഖറു, മറ്റതും ഉയർത്തപ്പെടുന്നതാണ്. ലജ്ജ പോയാൽ ഈമാൻ പോകും, ഈമാൻ നഷ്ടപ്പെടുമ്പോൾ ലജ്ജയും നഷ്ടപ്പെടും. ലജ്ജയില്ലാതെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും എടുക്കുന്ന വീഡിയോകളും അത് ഈമാനില്ലായ്മയുടെ അടയാളങ്ങളാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോയ ഒരു സമൂഹത്തിന്റെ അടയാളമാണ് ലജ്ജയില്ലാത്ത കാട്ടിക്കൂട്ടലുകൾ. അപ്പോ ലജ്ജയില്ലാത്ത നമ്മുടെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും കാട്ടിക്കൂട്ടൽ കാണുമ്പോ എന്റെ പ്രിയമുള്ളവരെ, ഹൃദയം പടക്കണം. നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ തലമുറയുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. ഈമാൻ എടുത്തപ്പെട്ടതിന്റെ ലക്ഷണമാണ് അവരുടെ നിർലജ്ജം കാര്യങ്ങൾ ചെയ്യുന്നത്, ലജ്ജയില്ലാതെ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുപോലെ രണ്ടാമത്തൊരു പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, രണ്ടാമത്തൊരു സംഗതി ഇവിടെ ഞാൻ പറയുമ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ലജ്ജ എല്ലാ മേഖലകളിലും വേണമെന്നുള്ളതാണ്. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ലജ്ജ വേണം. ലജ്ജയാണ് ഒരു പെണ്ണിന്റെ സൗന്ദര്യം. തുറന്നിടലല്ല ഒരു പെണ്ണിന്റെ സൗന്ദര്യം, തുറന്നടിക്കലല്ല ഒരു പെണ്ണിന്റെ സൗന്ദര്യം, എല്ലാ ഇടങ്ങളിലും പ്രദർശിപ്പിക്കലല്ല ഒരു പെണ്ണിന്റെ സൗന്ദര്യം. എല്ലായിടത്തേക്കും ആൺകുട്ടികൾ കയറി ചെല്ലുന്നത് പോലെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യമല്ല ഒരു പെണ്ണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത്. അതൊക്കെ നിർലജ്ജതയാണ്. ലജ്ജ ഒതുക്കമാണ്, അടക്കമാണ്, ഒതുക്കമാണ്. അതാണ് ഒരു പെൺകുട്ടിയുടെ സൗന്ദര്യം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നല്ല കാര്യങ്ങൾക്ക് ലജ്ജ പാടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യങ്ങൾക്ക് നിങ്ങൾ ചോദിക്കാം, ചീത്ത കാര്യങ്ങളാണ് നിങ്ങൾ ലജ്ജിക്കേണ്ടത്. ഉദാഹരണത്തിന് എന്തെങ്കിലും മസല അറിയണമെങ്കിൽ അത് നിർലജ്ജം ചോദിക്കാം. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, അല്ലയോ റസൂലേ, സ്ത്രീകൾക്ക് സ്ഖലനമുണ്ടായാൽ അവർ കുളിക്കണമോ? ഇത്തരം കാര്യങ്ങൾ സ്ത്രീകൾ ചോദിക്കാൻ മടി കാണിക്കുന്ന വിഷയമാണ്. എന്നാൽ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങനെ ഒരു മസ്അല ചോദിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ ലജ്ജ പാടില്ല എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അങ്ങ് മദിയനിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ കിണറ്റിന്റെ പക്കത്ത് വെള്ളം കോരിക്കൊണ്ടിരിക്കുന്ന രണ്ട് പെൺകുട്ടികളെ കണ്ട സംഭവം പറയുന്നുണ്ടല്ലോ. അതിൽ ഒരു പെൺകുട്ടി വന്നുകൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുന്ന രംഗം പരാമർശിക്കുന്നിടത്ത് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇസ്തിഹ്യാഓടുകൂടി, ലജ്ജയോടുകൂടിയാണ്. ഹയാ, ഷെയിം, ലജ്ജ, ലജ്ജയോട് കൂടിയിട്ടാണ് അവർ വന്ന് സംസാരിക്കുന്നത് എന്നാണ്. ആണിനോട് സംസാരിക്കുമ്പോഴും ആ ലജ്ജ എന്നുള്ളത് അത് ഇസ്ലാമിന്റെ മര്യാദയിൽപ്പെട്ടതാണ്. അപ്പോ അത് പ്രധാനപ്പെട്ട ഒന്നാണ്. അത് നഷ്ടപ്പെടുന്നു, അത് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ അടയാളമാണ് ഈ വീഡിയോ എന്നുള്ളത്. ആ വീഡിയോ, ഈ ലജ്ജ എന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ, ആ സ്ത്രീക്ക് ആ ലജ്ജയുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും തന്റെ മാരടത്തിൽ കൈയുരസുന്നവന്റെ ആ വീഡിയോ എടുത്തുകൊണ്ട് അവർ പുറത്ത് പ്രദർശിപ്പിക്കൂല. ഇനി അങ്ങനെ ഒരു അനുഭവം തന്നെ അവരുണ്ടായി എന്ന് കരുതാം.
ഉണ്ടായിക്കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താണ്? അതിൽ നിന്ന് മാറി നിൽക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം ഒരു തെറ്റ് തന്റെ ശരീരത്തിൽ ആരെങ്കിലും സ്പർശിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ മാന്യതയുള്ള ഒരു പെൺകുട്ടി എന്താ ചെയ്യേണ്ടത്? ഒരു സ്ത്രീ എന്താ ചെയ്യേണ്ടത്? അതിൽ നിന്ന് മാറി നിൽക്കുക, വിട്ടു നിൽക്കുക. അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവും, സമൂഹത്തിൽ ഉണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യവുമാണ്, സ്ത്രീകളുടെ അനുഭവങ്ങളുമാണ്. യാത്രയിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. പക്ഷെ എന്താ ചെയ്യുക? മാറി വിസമ്മതം, പ്രതിഷേധം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ്. വീണ്ടും അത് ചെയ്യുകയാണെങ്കിൽ ജനങ്ങളുണ്ടല്ലോ, കൂടെയുള്ളവർ, മനസാക്ഷിയുള്ള ജനങ്ങളുണ്ടല്ലോ, അവരോട് പറയാം ഇയാൾ എന്നെ ഉപദ്രവിക്കുകയാണ്. കണ്ടക്ടറോട് പറയാം ഇയാൾ എന്നെ ഉപദ്രവിക്കുന്നു എന്ന് പറയാലോ, ഇടപെടാൻ. അതൊന്നും ചെയ്യുന്നില്ല. ഇനി വേണമെങ്കിൽ അതിനപ്പുറത്തേക്ക് പ്രയാസപ്പെടുത്തുന്നുവെങ്കിൽ അവന്റെ കരണക്കുറ്റിക്കിട്ട് 2 കൊടുത്താലും ബിഗ് സല്യൂട്ട് ചെയ്യുമായിരുന്നു ആ സ്ത്രീയെ. പക്ഷെ അതൊന്നും ചെയ്യാതെ, വിസമ്മതം കാണിക്കാതെ, മാറി നിൽക്കാതെ, ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കാതെ, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ആ വീഡിയോ എടുത്ത്, വീഡിയോ കണ്ടാൽ തന്നെ ആ പാവം നിരപരാധിയാണെന്ന് അറിയാം, അങ്ങനെയുള്ള വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ ഇട്ടുണ്ട്, ഞാനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അതിന്റെ മനഃശാസ്ത്രപരമായ വിഷയങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഒരാളെ മാനം കെടുത്തുന്ന ഈ വൃത്തികെട്ട സമീപനം, അതിന്റെ ദുരന്ത ഫലമാണ് അവൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അവളും അവളെ പോലെയുള്ളവരും അത് അനുഭവിക്കണം. സമൂഹത്തിനത് പാഠമാണ്. ഇപ്പോൾ അവൾ വൈറലായല്ലോ, അല്ലേ? ഇപ്പോൾ അവൾ വൈറലായി, അവൾ ജയിലറയിലേക്ക് നടന്നു നീങ്ങുകയാണ്. കേരളത്തിലെ മനസാക്ഷിയുള്ളവർ മുഴുവനും അവരെ വെറുത്തു. എന്താ? ഇതിനെ ഒന്നും കൂടി ഞാൻ ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ. ഇതിന്റെ ഒക്കെ കുറ്റവാളി ഇത്തരം പെൺകുട്ടികളൊന്നുമല്ല. ഇത്തരം വീഡിയോകൾ ഇടുമ്പോഴേ വായിൽ നോക്കുന്ന ഞരമ്പ് രോഗികളായ നമ്മളുണ്ടല്ലോ, ആൺകുട്ടികൾ, അവരും കൂടിയാണ്. കാരണം ഈ പെൺകുട്ടി ഇട്ട ആ വീഡിയോക്ക്, ഇത്തരം വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ വൈറലാവുള്ളൂ എന്ന് ആ കുട്ടിക്ക് അറിയാം. ആ വീഡിയോ കാണാൻ ലക്ഷക്കണക്കിന് ആളുകളാണ്. അതൊക്കെ ആരാ കണ്ടത്? അതിൽ മഹാഭൂരിപക്ഷവും ആൺകുട്ടികളും പുരുഷന്മാരുമാണ്. എന്നിട്ട് അതിന് കമന്റ് ഒക്കെ ഇടും. ഇതിപ്പോ ആത്മഹത്യ ചെയ്തതുകൊണ്ടാണല്ലോ ആ സഹോദരന്റെ നിരപരാധിത്വം പുറത്തു വരുന്നത്. തലനാരിയെ കീറിക്കൊണ്ട് അല്ലെങ്കിൽ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് വരുമ്പോഴേക്ക് പിന്നാലെ കൂടും ആളുകൾ. എന്നിട്ട് കമന്റ് ഇടും ഇത്തരം വീഡിയോകൾ. അതിന്റെ വസ്തുത, ഇത് ലജ്ജയില്ല, ഇസ്ലാമിക സ്വഭാവം മനസ്സിലാക്കുന്ന ഒരാൾക്ക് അത് പറയാൻ പറ്റും. ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ചെയ്യേണ്ടത് ചെയ്യാതെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുന്നത്, അത് തെറ്റാണ്, കുറ്റകരമാണ്. രണ്ടുപേരും കുറ്റം ചെയ്തു കഴിഞ്ഞാൽ രണ്ടുപേരും കുറ്റവാളികൾ എന്നാണ്. ഇപ്പൊ ഇന്ന് അത് സമൂഹത്തിലില്ലോട്ടോ. ഞാനൊന്ന് ചേർത്ത് പറയട്ടെ, ഇന്നിപ്പോ അത് സമൂഹത്തിലല്ല. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ പറയാണ്ട് വിവാഹ വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിജീവിതയായി അവൾ ഇരയായി. ഈ പീഡനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ ബലാത്കാരം നിർബന്ധിച്ച് കയ്യും കാലും കെട്ടിച്ചിട്ടിട്ട് പീഡിപ്പിക്കണതല്ലല്ലോ. പറയലെന്താ? വിവാഹ വാഗ്ദാനം ചെയ്തു എന്ന് കരുതാ, അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തേക്കുള്ള വാഗ്ദാനങ്ങൾ ചെയ്തു എന്ന് പറയാ, പ്രലോഭിപ്പിച്ചു എന്ന് പറയാ. ഒരു പുരുഷന്റെ കൂടെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? അങ്ങനെ അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ആണ് മാത്രമാണോ കുറ്റവാളി? അല്ല, ആണും പെണ്ണും കുറ്റവാളിയാണ്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ, ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിലൂടെ നോക്കുമ്പോൾ ആണിന് കൊടുക്കുന്ന അതേ ശിക്ഷ പെണ്ണിനും കൊടുക്കണം. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് അവർ വ്യഭിചരിക്കുന്നത് എങ്കിൽ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എല്ലാം കഴിഞ്ഞ് അവസാനം വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യങ്ങൾ കിട്ടാതിരിക്കുമ്പോൾ ഇരവാദം ഉന്നയിച്ചിട്ട് വരിക, എന്നിട്ട് പുരുഷൻ ശിക്ഷിക്കപ്പെടണമെന്നോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതല്ല എന്ന് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് വ്യഭിചാരം, അത് ഉഭയകക്ഷി സമ്മതപ്രകാരമായി കഴിഞ്ഞാൽ, നിർബന്ധിതമായ അവസ്ഥയിലല്ല എങ്കിൽ അതിന് രണ്ടുപേരും ഒരുപോലെ കുറ്റക്കാരാണ്. ആണിനെ എങ്ങനെ ശിക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ പെണ്ണിനെയും ശിക്ഷിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഇതിൽ മറ്റൊരു വലിയൊരു സംഗതി കൂടെ ഒന്നുകൂടി നമ്മൾ പഠിക്കേണ്ടത് എന്താ അറിയോ? ഒരാളുടെയും അഭിമാനത്തിന് നമ്മൾ ക്ഷതം വരുത്താൻ പാടില്ല. അഭിമാനത്തിന് ക്ഷതം വരുത്തുന്നത് മഹാ തെറ്റാണ്. അഭിമാനം എന്നുള്ളത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം പ്രസംഗിച്ചത്, ഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാലക്കും അലൈക്കും ഹറാം കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. ഈ നാട്ടിന്റെ മഹത്വം പോലെ, ഈ ദിവസത്തിന്റെ മഹത്വം പോലെ, ഈ മാസത്തിന്റെ പുണ്യം പോലെ നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ രക്തവും നിങ്ങളുടെ അഭിമാനവും പരസ്പരം ആദരണീയമാണ്. അതിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കാൻ പാടില്ല. ഒരാളെയും അപമാനിക്കാൻ പാടില്ല. അത് മഹാ തെറ്റാണ്.
ഒരാളുടെയും ന്യൂനതകൾ വരെ ഉള്ള ന്യൂനതയാണെങ്കിൽ പോലും നിങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരടിമയും മറ്റേ അടിമയുടെ ന്യൂനത പുറത്തു പറയാൻ പാടില്ല. ലാ യസ്തുറു അബ്ദുൻ അബ്ദൻ ഫി ദുനിയാ, ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരടിമയുടെ ന്യൂനത ഒരാൾ മറച്ചു വെച്ചാൽ, ഉള്ള കുറവുകൾ മറച്ചു വെച്ചാൽ, ഇല്ലാ സതറഹുല്ലാഹു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അള്ളാഹു അദ്ദേഹത്തിന്റെ ന്യൂനത മറച്ചു വെക്കുന്നതാണ്. ഒരാളെ കുറ്റം ചെയ്താൽ ആ കുറ്റത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം. ഒരാള് ബുദ്ധിമുട്ടിക്കുവാൻ വരുന്നുവെങ്കിൽ, ഒരു പെൺകുട്ടിയെ പ്രയാസപ്പെടുത്താൻ വരുന്നുവെങ്കിൽ അതിൽ നിന്ന് പിന്തിപ്പിക്കണം. പക്ഷേ അദ്ദേഹത്തിന്റെ ആ ന്യൂനത പുറത്തു പറയാൻ നമുക്ക് അധികാരമില്ല, അത് ഇരക്കും അധികാരമില്ല. അത് അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അത് മറച്ചു വെക്കണം. ശിക്ഷ കൊടുക്കേണ്ടത് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും വേണം. അങ്ങനെ ആരെങ്കിലും മറച്ചു വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാളിൽ അവരുടെ പാപം അല്ലാഹു സുബ്ഹാനഹു വ തആല മറച്ചു വെക്കുന്നതാണ് എന്ന് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അഥവാ പരസ്യപ്പെടുത്തുകയാണെങ്കിലോ, മനഃപൂർവ്വമായിട്ട് ഒരാളുടെ ന്യൂനത നമ്മൾ കണ്ടു, എന്തെങ്കിലും തെറ്റിതല്ല, എന്തു തെറ്റുമാവട്ടെ, നമ്മൾക്ക് എന്താ ഒരു വാർത്ത അങ്ങോട്ട് കേൾക്കാൻ കിട്ടണല്ലേ, ഒരാളെ കുറിച്ചുള്ള എന്തെങ്കിലും ന്യൂനതകള്, കുറവുകള്, പ്രത്യേകിച്ച് നല്ലൊരു മനുഷ്യനാണ് എങ്കിൽ അവന്റെ ന്യൂനതകളും കുറവുകളും കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് മുഴുവൻ ആകാശവാണി പാട്ടാക്കിയിട്ട് നടക്കുക, ആൾക്കാരെ മുന്നിൽ മുഴുവൻ പറഞ്ഞെടുക്കുക, എന്നിട്ട് അതിലൊരു പ്രത്യേകമായ ആനന്ദം, ഒരു സുഖം കണ്ടെത്തുക. പക്ഷേ ആ സുഖം ദുന്യാവിൽ ഉണ്ടാവുള്ളൂട്ടാ, ആഖിറത്തിൽ ഉണ്ടാകില്ല. കാരണം ദുന്യാവിൽ തന്നെ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ എന്താ അറിയോ, അങ്ങനെ ഒരാളുടെ ന്യൂനത മനഃപൂർവ്വമായിട്ട് ആരെങ്കിലും പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ അവന്റെ വീട്ടിലാണെങ്കിലും ശരി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ അപമാനപ്പെടുത്തുന്ന ഒരു കാരണം ഉണ്ടാക്കി തീർക്കുമെന്നാണ്. അതുകൊണ്ട് ഓർക്കണേ, ജനങ്ങളുടെ ന്യൂനതകള്, ജനങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും വിളിച്ചു പറയുന്നവരെന്ന് ഓർക്കണേ. ഇത് തനിക്കിലേക്ക് ബൂമറാങ് കണക്കെ തിരിച്ചടിക്കുന്നതാണ്. കാരണം അള്ളാഹു അതിന് കഴിവുള്ളവനാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും മലായിക്കത്തുകളായിട്ടല്ല സൃഷ്ടിച്ചിട്ടുള്ളത്. മനുഷ്യരുടെ അടുക്കല് കുറവുകളും കുറ്റങ്ങളും സംഭവിക്കുന്നതാണ്. പക്ഷേ ആ കുറ്റങ്ങളും കുറവുകളും മുഴുവനും പൊറത്തു തരാൻ കഴിവുള്ളവനാണ്. സർവശക്തനും സർവജ്ഞനും കാരുണ്യവാനുമായ റഊഫും റഹീമും റഹ്മാനുമായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അള്ളാഹു പൊറുക്കുന്ന ആ കുറ്റം ജനങ്ങളുടെ ഇടയിലേക്ക് പരസ്യമായിട്ട് വലിച്ചെറിയുമ്പം ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ആത്മസുഖത്തിന് വേണ്ടി ആളുകൾക്കിടയിൽ പരസ്യപ്പെടുത്തുമ്പം അത് സർവശക്തനായ അല്ലാഹു തൃപ്തിപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, അവന്റെ ജീവിതത്തിലും അത്തരം ന്യൂനതകൾ ജനങ്ങൾക്കിടയിൽ പ്രദർശിപ്പിച്ചുകൊണ്ട് പടച്ച തമ്പുരാൻ ദുനിയാവിൽ വെച്ചുകൊണ്ട് തന്നെ അവനെ ശിക്ഷിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു സ്വഹാബിനെ കൊണ്ടുവന്ന ഒരു സംഭവം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു സ്വഹാബി കൊണ്ടുവരപ്പെടുകയാണ്. ആ സ്വഹാബി നേരെ സ്വന്തമായിട്ട് വരികയാണ്. പറഞ്ഞയച്ച ഒരാളുണ്ട്, അത് ഞാൻ ശേഷം പറയാം. ഒരു സ്വഹാബി കടന്നു വന്നുകൊണ്ട് പറയാം, റസൂലേ ഞാൻ വ്യഭിചരിച്ചു റസൂലേ. അല്ലാഹുവിന്റെ റസൂലിനോട് താൻ വ്യഭിചരിച്ചിരിക്കുന്നു, സിന ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം പറഞ്ഞപ്പം അദ്ദേഹം അങ്ങോട്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൽ നിന്ന് മുഖം തിരിച്ചു. മുഖം തിരിച്ചപ്പോൾ തിരിച്ച ഭാഗത്തേക്ക് വന്നുകൊണ്ട് അദ്ദേഹം വീണ്ടും പറയുകയാണ്, തിരുനബിയേ ഞാൻ വ്യഭിചരിച്ചിരിക്കുന്നു റസൂലേ, എന്നിൽ നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കിയാലും ഹബീബേ. അള്ളാന്റെ റസൂല് വീണ്ടും മുഖം തിരിക്കുകയാണ്. അങ്ങനെ 4 പ്രാവശ്യം റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് സ്വന്തമായി കുറ്റം ഏറ്റെടുത്ത് പറയുകയാണ് അദ്ദേഹം. ആ സമയത്തൊക്കെ അള്ളാന്റെ റസൂല് പറയുന്നു, മുഖം തിരിച്ചു കളയുന്നു. പിന്നീട് അള്ളാന്റെ റസൂല് ചോദിക്കുകയാണ്, നിനക്കെന്താ ഭ്രാന്തുണ്ടോ? 4 വട്ടം ഞാനത് കേൾക്കാതെ മുഖം തിരിച്ചിട്ടും എന്നോട് വന്നുകൊണ്ട് വീണ്ടും വീണ്ടും നീ പറയുകയാണോ? നിനക്കെന്താ ഭ്രാന്തുണ്ടോ എന്ന് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുകയാ. ആ സമയത്തും അദ്ദേഹം പറയുന്ന, ഇല്ല നബിയേ, എനിക്ക് ഭ്രാന്തില്ല, ഞാൻ മദ്യപിച്ചിട്ടില്ല, സ്വബോധത്തോടു കൂടി തന്നെയാണ് ഈ കുറ്റം ഏറ്റുപറയുന്നത് ഞാൻ. അദ്ദേഹത്തോട് ചോദിക്കാൻ, നീ വിവാഹിതനാണോ? അതെ ഞാൻ വിവാഹിതനാണ്. എങ്കിൽ ശിക്ഷ നടപ്പിലാക്കിക്കോളൂ. മനസ്സോടുകൂടി അള്ളാന്റെ റസൂല് പറയാണ്. എന്നിട്ട് അള്ളാന്റെ റസൂൽ ഇദ്ദേഹത്തെ റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ച ഒരു സ്വഹാബിണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് ഹസ്സാൽ ഇബ്നു റിആബി എന്നാണ്. ഹസ്സാൽ ഇബ്നു റിആബി എന്നാണ്. ഹസ്സാലിനോട് പറയുകയാണ്, ഹസ്സാലേ നിനക്ക് നാശം ഹസ്സാലേ. ഹസ്സാലേ നീ എന്തിനാണ് അദ്ദേഹത്തിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? ഹസ്സാലേ നിനക്ക് നിന്റെ വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ മറച്ചു പിടിച്ചുകൂടായിരുന്നോ? ഹസ്സാലേ നീ എന്തിനാണ് അദ്ദേഹത്തിനെ എന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചത്? ആ തെറ്റ് എന്റെ മുന്നിൽ വെളിപ്പെടുത്തേണ്ടതില്ലായിരുന്നുവല്ലോ, അത് മറച്ചു വെച്ചുകൂടെ? അദ്ദേഹം പശ്ചാത്തപിച്ച് തൗബ ചെയ്തങ്ങ് മടങ്ങിയാൽ മതിയായിരുന്നു. അത്ര കണ്ട് തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ന്യൂനത പുറത്ത് വരാൻ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹം സ്വയം കുറ്റവാളിയാണ് എന്ന് സമ്മതിച്ചിട്ട് പോലും
ആ കുറ്റം അതിന്റെ പേരിൽ ശിക്ഷിക്കുവാൻ അള്ളാഹുവിന്റെ റസൂൽ താല്പര്യപ്പെട്ടിരുന്നില്ല. പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അദ്ദേഹം മടങ്ങട്ടെ എന്നതായിരുന്നു തിരുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഒരാളുടെയും അഭിമാനത്തിന് ക്ഷതം ഏൽപ്പിക്കുന്ന വീഡിയോകള് അത് ലൈക്ക് ചെയ്യരുത്, അത് പ്രചരിപ്പിക്കരുത്, അതിന് അവരെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. എത്ര സത്യ വാർത്തകളാണെങ്കിൽ പോലും ഒരു മുഅ്മിനിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ തന്നെ അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന, അവൻ അപമാനിതനാക്കുന്ന അത്തരം വീഡിയോകൾ, അത്തരം ഫോട്ടോസ്, നമ്മൾ അത്തരം വാർത്തകൾ, ആ വാർത്തകളുടെ പിന്നാലെ പോകാൻ പാടില്ല. അതിനെ സത്യമാണെങ്കിൽ പോലും തിരസ്കരിച്ച് മൗനികളാകുന്നതാണ് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം.